ഇതിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്ത് തരുന്ന ട്രിക്ക് ഇന്നത്തെ കാലത്തും കുട്ടികൾ ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ പേപ്പറുമേ ആദ്യം മെഴുക് നന്നായിട്ട് ഉരച്ച് പേപ്പർ നല്ല ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് മെഴുക് ഉരച്ച് കൊടുക്കുക, അടുപ്പിച്ച് മെഴുക് ഉരച്ച് കൊടുക്കുക. ഇത് പണ്ട് ചെയ്ത് തരണം തന്നെ. ഇത് ഇതിൽ എന്നോട് പറയാം, ഞാൻ ഒരു ട്രിക്ക് കാണിക്കാന്ന്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ മെഴുകാക്കിയിട്ട് പടങ്ങൾ പകർത്തും. പിന്നെ നമ്മൾ പേപ്പറിൽ എണ്ണ പറ്റിയിട്ട് വയ്ക്കുക. നമ്മൾ പടങ്ങൾ പണ്ടൊക്കെ വരച്ചായിരുന്നു ഡ്രോയിങ് ചെയ്യുമ്പോൾ. ഓർമ്മയുണ്ടാണാവോ നമ്മുടെ ഏജുള്ളവർക്കൊക്കെ? ഒരു എത്രയാണ് പറയുക, 70, 75 അങ്ങനെയുള്ള കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ അതൊരു ഓർമ്മയുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് ഡ്രോയിങ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ അത് ഇപ്പോഴും ചെയ്യുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ് പറയണത്. ഉണ്ടല്ല. ഞാനപ്പോൾ ഇതില എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇത്ര വലിയ ട്രിക്ക് ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ളത് ഇതിലേന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട് പിള്ളേരുകൾ. അപ്പോൾ അത് ഞാനതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇതിലിപ്പോൾ ആ പടത്തമ്മ വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സക്സസ് ആവുമോ എന്തോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കോയിൻ മടിക്കും. അതന്നെ അങ്ങനെ വരും. പടങ്ങൾ കിട്ടിയോ? എർത്ത് ഡേന്ന് കിട്ടിയോ? കാണിച്ചു കൊടുത്തതേ ശരിയല്ലോ. ഒന്നുകൂടി ചെയ്തോക്കാം. ഒന്നുകൂടി നന്നായി തെളിയത്. ആ പടം എടുക്കാറില്ലേ കാർട്ടൂണ്? ഈ കാർട്ടൂണുമ്പോൾ വെച്ച് നോക്കിയോ? അത് കീറിപ്പോയിട്ടുണ്ട് ചെറുതായിട്ട്. ഏത് കീറി? ആൺകുട്ടിയുടെ പടം എടുത്തൂടെ? ഇനി ഒരെണ്ണം കൂടി ഇതില മറ്റേത് ലെറ്റർ ശരിക്കാവാത്ത തന്നെ ഇതിൽ വേറെ ഒരെണ്ണം കൂടി സെറ്റ് ആക്കുന്നുണ്ട്. നോക്കി നോക്കാം നമുക്ക്. പടത്തമ്മ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഒരു തന്നെയാണ്, പണ്ടത്തെ ഓരോരോ കാര്യങ്ങളാണ്. അത് ടൈറ്റ് ചെയ്താക്കണതില്ല, എന്നാലേ കറക്റ്റിൽ കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കീറരുത് കേട്ടോ പേപ്പർ. അത് നമ്മൾ മെഴുകാക്കുമ്പോൾ പേപ്പർ നല്ല സ്റ്റിക്കാവും. എന്നിട്ട് പിന്നെ ആ ഭാഗം നല്ല ട്രാൻസ്പെറൻ്റ് ശരിയായി കിട്ടി. കണ്ട ഇങ്ങോട്ട് അടുപ്പിച്ച് പിടി ആൾക്കാർ കാണിച്ചത്. ശരിക്കും അത് പേപ്പറിലത്തെ പോലെ തന്നെ കിട്ടി. കണ്ട ഈ ഭാഗം ഇങ്ങനെ കിട്ടി, അടിപൊളി കിട്ടാ. അതുപോലെ ഇതും വലിയ കുഴപ്പമില്ല. ഇതെന്തിട്ടടി അടിമോളി എർത്ത് ഡേ കണ്ട കിട്ടിയിട്ടുണ്ട്. എർത്ത് വരെ കിട്ടിയിട്ടുണ്ട് അതിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തെറ്റില്ല. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ് പകർത്തിയെടുക്കുക അല്ലേ ടീച്ചർമാർ പറയുമ്പോൾ. അപ്പോൾ ഇപ്പോഴും ചെയ്യുന്ന പിള്ളേരുകളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബൈ പറഞ്ഞൊരു ടാറ്റ പറഞ്ഞതില്ലേ? ഓക്കെ.